ഫ്രണ്ട്സ്, പ്രകൃതിദത്തമായ കളർ ഉപയോഗിച്ചുകൊണ്ട് 2 റിഫ്രഷിംഗ് ഡ്രിങ്കാണ് ചെയ്യുന്നത്. ആദ്യത്തേത് ഒരു സ്ക്വാഷ് റെസിപ്പിയും രണ്ടാമത്തേത് ഒരു മൊയ്റ്റോ റെസിപ്പിയുമാണ്. ഇതാ കുറേ ചെമ്പരത്തിപ്പൂ എടുത്തിട്ടുണ്ട്. രാവിലെ വിടർന്ന ഉടനെ തന്നെ കിള്ളിയെടുക്കുക. ഉച്ച കഴിയുമ്പോഴത്തേന് അതിൻ്റെ കളറും കുറച്ച് ഡിമ്മാവുകയും ചെയ്യും. അതുപോലെ തന്നെ തേനീച്ചയും ചെറിയ ഉറുമ്പുകളൊക്കെ കാണുവേ. അതുകൊണ്ട് രാവിലെ എടുക്കുക. ഇതാ അതിൻ്റെ ഈ 2 ഭാഗങ്ങളൊന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് കഴുകിയെടുക്കണേ. എല്ലാം ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഒരു 3/4 ഗ്ലാസ് വെള്ളം ആദ്യത്തെ റെസിപ്പിക്ക് വേണ്ടി തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. തിളച്ച വെള്ളം ഒഴിക്കുകയാണ്. ഇതിലും കുഴിയായിട്ട് ഗ്ലാസ് പോലുള്ള പാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളത്തിൽ നല്ലവണ്ണം ഒന്ന് മുങ്ങി വെക്കാനായിട്ട് പറ്റും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 10 അല്ലെങ്കിൽ 15 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. കളറെല്ലാം നല്ലവണ്ണം ഇറങ്ങിയിട്ടുണ്ട്. ഇതിനൊരു ചുമപ്പ് കളറല്ല കിട്ടുന്നത്, ഒരു വാടാമുല്ല കളറാണ്. അതിനെ ഒന്ന് അരിച്ചെടുക്കണം. അതുപോലെ തന്നെ നല്ലവണ്ണം ഒന്ന് ആറിയതിന് ശേഷം ആ 3/4 ഗ്ലാസ് വെള്ളം ഗ്ലാസ്സിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിനാവശ്യമുള്ള പഞ്ചസാര ചേർക്കുക. പഞ്ചസാര പൊടിയോ പഞ്ചസാര സിറപ്പോ ഏത് വേണേലും ചേർക്കാവുന്നതാണ്. അതേപോലെ തന്നെ പഞ്ചസാര ഒട്ടും വേണ്ട എന്നുള്ളവർക്ക് തേനായാലും ചേർത്താൽ മതി. പഞ്ചസാര അലിയുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതാ ഒരു നുള്ളു ഉപ്പൂടെ ചേർത്തിട്ടുണ്ട്. കുറച്ച് ഐസ് ക്യൂബ്സ് കൂടെ ചേർക്കുക. ഇത് ഒരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. കുരുവൊക്കെ നീക്കം ചെയ്തിരിക്കണേ. അതോടെ ഒഴിക്കുകയാണ്. ചിലർക്കെങ്കിലും അറിയാതിരിക്കത്തില്ല. ഇനിയാണ് ഇതിൻ്റെ മാജിക്ക്. പണ്ട് തൊട്ടേ പലരും ഇത് ചെയ്യുന്നതാണ്. അന്ന് ഇതുപോലെ സബ്ജാ സീഡൊന്നും ചേർക്കത്തില്ലായിരുന്നു. ഇന്ന് കുറച്ചുകൂടെയൊക്കെ സബ്ജാ സീഡൊക്കെ ചേർത്തൊന്നുകൂടൊന്ന് റിഫ്രഷിങ് ആക്കി എടുക്കുകയാണ്. ഇതിങ്ങനെ ഇതിൻ്റെ കളർ ചേഞ്ച് കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്. ബ്ലഡ് റെഡ് കളർ കിട്ടിയിട്ടുണ്ട്. ഇതിങ്ങനെ ഐസ് ഇട്ട് തന്നെ തണുപ്പിച്ച് കുടിക്കണേ. പണ്ടൊന്നും അങ്ങനെ ഐസൊന്നും ഇടത്തില്ലായിരുന്നു. നല്ലൊരു റിഫ്രഷിംഗ് ഡ്രിങ്കാണ്. ഇനി രണ്ടാമത്തെ റെസിപ്പി മൊയ്റ്റോ റെസിപ്പിയാണ്. അത് നോക്കാം. ഒരു നാരങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. അത് 4ആയിട്ട് കട്ട് ചെയ്തിട്ട് കുരുവെല്ലാം മാറ്റിയെടുക്കണം. അതൊരു ഗ്ലാസ്സിനകത്തിട്ടിടുവാണ്. ഇനി ഒരു 7-8 പുതിന ഇലയൂടെ ചേർക്കുകയാണ്. ഇനി ഒരു സ്പൂൺ പഞ്ചസാര സിറപ്പോ പഞ്ചസാര പൊടിച്ചതോ ചേർക്കാവുന്നതാണ്. ഒരു ചപ്പാത്തി റോളർ വെച്ച് ചെറുതായിട്ടൊന്ന് ഇടിച്ചു കൊടുക്കുക. ആ നാരങ്ങയുടെ ജ്യൂസൊക്കെ ഒന്ന് വെളിയിൽ വരണം. അതുപോലെ തന്നെ പുതിനയുടെ നാരങ്ങ തോടിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ വെളിയിൽ വരുന്ന രീതി ഒന്ന് ഇടിച്ചു കൊടുക്കുക. കുറച്ച് ഐസ് ക്യൂബ്സ് കൂടെ ചേർക്കുക. ഇനി ചെമ്പരത്തിപ്പൂ മുക്കി വെച്ച വെള്ളമാണ് ചേർക്കേണ്ടത്. ഇനി ആ ഒരു ഗ്ലാസിൻ്റെ 1/2 ഗ്ലാസ്സോടെ നിറഞ്ഞാൽ മതി. അതിനനുസരിച്ചുള്ള കുറച്ച് വെള്ളം ചേർത്തുകൊണ്ട് പൂവ് മുക്കി വെച്ചാണ്, ചെമ്പരത്തിപ്പൂ മുക്കി വെച്ച വെള്ളമാണ്. നല്ലവണ്ണം ആറിയിട്ടുണ്ട്. ഇതിലൂടെ ചേർക്കുകയാണ്. 1/2 ഗ്ലാസ് വരെ ആവുന്ന രീതിയിൽ ഒഴിച്ചാൽ മതിയേ. കാണുമ്പോൾ അറിയാമല്ലോ, വാടാമുല്ല കളറാണ്, റെഡ് കളറേ അല്ല. ഇനി ഗ്ലാസിൻ്റെ ബാക്കി 1/2 ഭാഗം ഒഴിക്കുന്നത് സ്പ്രൈറ്റാണ്. സ്പ്രൈറ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ സാധാ സോഡയായാലും ചേർക്കാവുന്നതാണ്. സോഡ ചേർക്കുകയാണെങ്കിൽ പഞ്ചസാര കുറച്ച് കൂടുതലായിട്ട് ചേർക്കണേ. സ്പ്രൈറ്റ് ചേർത്ത ഉടനെ തന്നെ പെട്ടെന്ന് ഇളക്കിയെടുക്കുക. അതുകൊണ്ടാണ് പഞ്ചസാര സിറപ്പോ പഞ്ചസാര പൊടിയോ ചേർക്കണമെന്ന് പറഞ്ഞത്, പെട്ടെന്ന് അലിഞ്ഞ് കിട്ടാൻ വേണ്ടി. കളർ നല്ല ബ്ലഡ് റെഡ് കളറായിട്ടുണ്ട്. ഇതിൽ ചെമ്പരത്തിപ്പൂ ഒന്നും ഇത്ര അളവ് ചേർക്കണമെന്നൊന്നുമില്ല. എത്രയും പൂ കിട്ടുമോ അത്രയും ചേർത്താൽ കളർ കൂടുതലായിട്ട് കിട്ടും. ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്കും കമൻറ്റും ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കല്ലേ. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.